നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രേവതി ഉദയൻ. കെൻസിംഗ്ടൺ ഉടമ്പടി പ്രകാരം ലണ്ടൻ ബെർലിൻ റെയിൽവേ കോറിഡോർ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയിൽ യുകെയും ജർമ്മനിയും ധാരണയിലെത്തി. കള്ളക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ കർശനമാക്കാനും പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ജർമ്മനിയും യുകെയും ജേഴ്സിക്കും സതാംപ്ടണിനും ഇടയിൽ സ്വന്തമായി വിമാന സർവീസുകൾ നടത്തുമെന്ന് സ്കോട്ടിഷ് എയർലൈൻ ലോഗനെയറുമായുള്ള കരാറിൽ നിന്ന് പിന്മാറി ബ്ലൂ ഐലൻഡ്സ് എയർലൈൻ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് വിലക്കിയുള്ള നടപടി ഓഗസ്റ്റ് 24 വരെ നീട്ടി പാകിസ്ഥാൻ. ബാൾട്ടിക് കടലിലും തായ്വാനിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അന്താരാഷ്ട്ര ഇന്റർനെറ്റ് വാഹകരായ അണ്ടർസീ കേബിളുകൾക്ക് നേരെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള വർദ്ധിച്ച സാധ്യത എന്ന് റിപ്പോർട്ട്. സിംബാബ്വേയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മലേറിയയുടെ രൂക്ഷമായ പിടിയിലാണ് ആ രാജ്യം. കൃത്യമായ ടെലിഫോൺ ബിൽ അടച്ചില്ല എങ്കിൽ ദുബായിൽ യാത്രാ വിലക്കുൾപ്പെടെ നടപടികൾ നേരിടാൻ സാധ്യത. പാർക്കിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികൾക്കുമായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് അബുദാബിയിലെ ക്യൂ മൊബിലിറ്റി. വാർത്തകൾ വിശദമായി. ലണ്ടനും ബെർലിനും ഇടയിൽ നേരിട്ടുള്ള റെയിൽ ബന്ധം ഉടൻ യാഥാർത്ഥ്യമാകും. കെൻസിംഗ്ടൺ ഉടമ്പടി പ്രകാരം ലണ്ടൻ ബെർലിൻ റെയിൽ കോറിഡോർ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയിൽ യുകെയും ജർമ്മനിയും ധാരണയിലെത്തി. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് യുകെയിലേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ഒപ്പുവെച്ച കരാറിൽ കള്ളക്കടത്ത് ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ കർശനമാക്കുകയും പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അടുത്ത മാസം മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പതിവായി യാത്ര ചെയ്യുന്നവർക്കായി ഈ ഗേറ്റുകൾ ആരംഭിക്കുന്നതും സ്കൂൾ എക്സ്ചേഞ്ച് അംഗീകരിക്കുന്നതും കെൻസിംഗ്ടൺ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു. യുകെയിലേക്കുള്ള അനധികൃത ചാനൽ ക്രോസിംഗുകൾക്കായി ചെറിയ ബോട്ടുകൾ മറയ്ക്കാൻ കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്ന വെയർഹൌസുകളും സംഭരണ സൗകര്യങ്ങളും അന്വേഷിക്കാനും അവയ്ക്കെതിരെ നടപടിയെടുക്കാനും ജർമ്മൻ അധികാരികൾക്ക് ഈ നീക്കം എളുപ്പമാക്കുമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു. ജേഴ്സിക്കും സതാംപ്ടണിനും ഇടയിൽ സ്വന്തമായി വിമാന സർവീസുകൾ നടത്തുമെന്ന് സ്കോട്ടിഷ് എയർലൈൻ ലോഗനെയർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബ്ലൂ ഐലൻഡ്സ് എയർലൈൻ ലോഗനെയറുമായുള്ള കരാറിൽ നിന്ന് പിന്മാറി. സതാംപ്ടണിലേക്ക് സ്വന്തം വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്ന് ബുധനാഴ്ച ലോഗനെയർ പ്രഖ്യാപിച്ചു. 2020 ജേഴ്സിയിൽ നിന്ന് മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കണക്ടിംഗ് ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഒരു സഖ്യം രൂപീകരിച്ചതായി രണ്ട് എയർലൈനുകളും പ്രഖ്യാപിച്ചു. രണ്ട് എയർലൈനുകളും തമ്മിലുള്ള കോഡ് ഷെയർ കരാർ ഉടനടി അവസാനിപ്പിക്കുന്നതിന് ലോഗനെയറിന് ബ്ലൂ ഐലൻഡ്സ് നോട്ടീസ് നൽകി. ലോഗനെയർ വഴി ബ്ലൂ ഐലൻഡ്സ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ഉപഭോക്താക്കളുടെ ബുക്കിംഗുകൾ നിലനിൽക്കുമെന്നും ഇന്നു മുതൽ പുതിയ കോഡ് ഷെയർ ബുക്കിംഗുകൾ ലഭ്യമാകില്ല എന്നും ബ്ലൂ ഐലൻഡ്സിന്റെ വക്താവ് അറിയിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് വിലക്കുള്ള നടപടി ഓഗസ്റ്റ് 24 വരെ നീട്ടി പാകിസ്ഥാൻ. രാജ്യത്തെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ എയർലൈൻസുകൾക്ക് പുറമെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് 1 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ എയർലൈൻസുകളുടെ മറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും. ഓഗസ്റ്റ് 24 പുലർച്ചെ 4:59 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. സിവിൽ വിമാനങ്ങൾക്ക് പുറമെ സൈനിക വിമാനങ്ങൾക്കും നിരോധനം ബാധകമാണ്. ബാൾട്ടിക് കടലിലും തായ്വാനിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അന്താരാഷ്ട്ര ഇന്റർനെറ്റ് വാഹകരായ അണ്ടർസീ കേബിളുകൾക്ക് നേരെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള വർദ്ധിച്ച സാധ്യത എന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഭൂഖണ്ഡാന്തര ഡാറ്റ ഗതാഗതത്തിന്റെ 99% സബ്മറൈൻ കേബിളുകളാണ്. കഴിഞ്ഞ 18 മാസത്തിനിടെ ബാൾട്ടിക് കടലിലും തായ്വാൻ തീരത്തും നടന്ന 9 സംഭവങ്ങൾ ഇതിന്റെ ഭാഗമാണ് എന്ന് US സൈബർ സുരക്ഷാ കമ്പനിയായ റെക്കോർഡഡ് ഫ്യൂച്ചർ വിലയിരുത്തി. യഥാർത്ഥ അപകടങ്ങൾ മിക്ക അണ്ടർസീ കേബിൾ തടസ്സങ്ങൾക്കും കാരണമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് എങ്കിലും ബാൾട്ടിക് തായ്വാൻ സംഭവങ്ങൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സിംബാബ്വേയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മലേറിയയുടെ രൂക്ഷമായ പിടിയിലാണ് ആ രാജ്യം. 2025 115 പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മലേറിയ നിയന്ത്രിക്കാനുള്ള സിംബാബ്വേയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. ഡൊണാൾഡ് ട്രംപ് US ഗവേഷണത്തിനും ദേശീയ പ്രതികരണ പരിപാടികൾക്കുമുള്ള നിർണായക ധനസഹായം നിർത്തിവെച്ചതിന് 6 മാസത്തിനു ശേഷമാണ് കേസുകളുടെ കുത്തനെയുള്ള വർധനവ്. ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് 2025 ആദ്യ 4 മാസങ്ങളിൽ മലേറിയ കേസുകൾ 180% വർദ്ധിച്ചു. അതേസമയം മലേറിയയുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ എണ്ണം 218% വർദ്ധിച്ചു. 2024 ഇതേ കാലയളവിൽ 45-ൽ നിന്ന് 2025 143 ആയി. ക്ഷയരോഗം, HIV അഥവാ എയ്ഡ്സ്, മലേറിയ പ്രോഗ്രാമുകൾ എന്നിവയ്ക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ജനുവരിയിലെ വെട്ടിക്കുറയ്ക്കൽ മുതാരയിലെ ആഫ്രിക്കൻ സർവകലാശാലയിലെ സിംബാബ്വെ എൻഡമോളജിക്കൽ സപ്പോർട്ട് പ്രോഗ്രാം ഇൻ മലേറിയയെ തളർത്തി. ആദ്യമായി ഒരു TV ഷോയിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നെറ്റ്ഫ്ലിക്സ് ജനറേറ്റീവ് AI ഫുട്ടേജുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അർജന്റീനിയൻ സയൻസ് ഫിക്ഷൻ പരമ്പര എൽ എറ്റർനൗട്ടായാണ് ശ്രദ്ധ നേടുന്നത്. ഇതോടെ സിനിമകളും പ്രോഗ്രാമുകളും വില കുറഞ്ഞതും മികച്ച നിലവാരമുള്ളതുമാക്കുമെന്ന് നെറ്റ്ഫ്ലിക്സിന്റെ സഹ ചീഫ് എക്സിക്യൂട്ടീവായ ടെഡ് സരൻഡോസ് പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് മാത്രമല്ല, സിനിമകളും പരമ്പരകളും മികച്ചതാക്കാൻ സൃഷ്ടാക്കളെ സഹായിക്കുന്നതിനുള്ള അവിശ്വസനീയമായ അവസരമാണ് AI ക്കുള്ളതെന്ന് നെറ്റ്ഫ്ലിക്സിന്റെ 2ാം പാദ ഫലകങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു.
ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സമാഹരിച്ച 9.7 മില്യൺ ഡോളറിന്റെ ഗർഭനിരോധന മാർഗങ്ങൾ കയറ്റി അയക്കുന്നതിന് പകരം നശിപ്പിക്കാൻ തീരുമാനിച്ച് ട്രംപ് ഭരണകൂടം. യുദ്ധമേഖലകളും അഭയാർത്ഥി ക്യാമ്പുകളും ഉൾപ്പെടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായി US നികുതിദായകർ ധനസഹായം നൽകുന്ന 9 മില്യൺ ഡോളറിലധികം കുടുംബാസൂത്രണ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കാൻ തീരുമാനമെടുത്തതായി ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് സ്ഥിരീകരിച്ചു. US നികുതിദായകർക്ക് 1,67,000 ഡോളർ ചിലവാകുന്ന ഒരു നീക്കമാണിത്. പ്രധാനമായും ദീർഘകാലം പ്രവർത്തിക്കുന്നവയാണ്. ഉദാഹരണത്തിന് IUDകൾ, ജനന നിയന്ത്രണ ഇംപ്ലാന്റുകൾ എന്നീ ഗർഭനിരോധന മാർഗങ്ങൾ ആഫ്രിക്കയിലെ സ്ത്രീകൾക്ക് വേണ്ടി ബെൽജിയത്തിലെ വെയർഹൌസിൽ സൂക്ഷിച്ചു വരികയാണ്. ജൂലൈ അവസാനത്തോടെ ഇത് പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടൻ KMCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്രിട്ടനിലെ മലയാളികളുടെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ കേരള കപ്പ് 2025 വെസ്റ്റ് ഹാം മെമ്മോറിയൽ പാർക്കിൽ വെച്ച് നടന്നു. ടൂർണമെന്റിൽ ട്രിവാൻഡ്രം FC കേരള കപ്പ് നേടി. ഫൈനലിൽ ഹുസാർ യുണൈറ്റഡിനെയാണ് 1-0 എന്ന രീതിയിൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിൽ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ കളത്തിലിറങ്ങി. വിജയികൾക്കുള്ള ട്രോഫികൾ ബ്രിട്ടൻ KMCC ഭാരവാഹികളായ കരീം മാസ്റ്റർ, സഫീർ പേരാമ്പ്ര, നുജൂം ഇരിലോട്ട്, അജ്മൽ രേരോത്ത്, ഷുഹൈബ് വേളം, മുഹമ്മദ് ഖൈസ് മഞ്ചേശ്വരം, ഷഫീഖ്, മുനീർ, മുഹസിൻ എന്നിവർ വിതരണം ചെയ്തു. ബ്രിട്ടനിലെ മലയാളികൾക്കിടയിൽ കായികക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ബ്രിട്ടൻ KMCC വിവിധ ഗെയിമുകൾ നടത്തിവരുന്നത്. ഇത് കൂടുതൽ മേഖലയിലേക്ക് വിപുലീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമീക്ഷ UK മൂന്നാമത് ദേശീയ വടംവലി മത്സരത്തിനോടനുബന്ധിച്ച് നടത്തിയ റാഫിൾ ടിക്കറ്റ് നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികൾക്കായി സമീക്ഷ ഒരുക്കിയിരുന്നത്. റാഫിൾ ടിക്കറ്റിലൂടെ സമാഹരിച്ച തുകയുടെ ഒരു ഭാഗം നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കും. ഒന്നാം സമ്മാനമായ iPhone 16e കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചത് ഷൂസ്ബെറിയിൽ നിന്നുള്ള ജെയ്സൺ ആണ്. രണ്ടാം സമ്മാനം സാംസങ് 4K TV നോർത്താംപ്ടണിൽ നിന്നുള്ള ആൻഡോ. മൂന്നാം സമ്മാനമായ ഓൺ റണ്ണിംഗ് ഷൂസ് ലെസ്റ്ററിൽ നിന്നുള്ള ബോബി. നാലാം സമ്മാനം റസൽ ഹോബ്സ് മൈക്രോവേവ് ഓവൻ ലണ്ടൻ ഡയറിയിൽ നിന്നുള്ള രാജീവ്. അഞ്ചാം സമ്മാനം 50 പൗണ്ട് ഗിഫ്റ്റ് കാർഡ് ചെംസ്ഫോർഡിൽ നിന്നുള്ള മഹാലിംഗം എന്നിവർ നേടി. ബെഡ്ഫോർഡിൽ നിന്നുള്ള മിഥുൻ, ഈസ്റ്റ് ഹാമിൽ നിന്നുള്ള രമ്യ, നോട്ടിംഗ്ഹാമിൽ നിന്നുള്ള ജീവൻ, എസ്റ്റിസ്റ്ററിൽ നിന്നുള്ള ജസിൻ, ഷോഫെയറിൽ നിന്നുള്ള സജി ജോർജ് എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. ABS ലോയേഴ്സ്, മാർക്ക് സായൂർ, ജിയ ട്രാവൽ ആൻഡ് ഹോളിഡേ, മന്ന ഫുഡ് കോർണർ, ടി ജംഗ്ഷൻ, ടേസ്റ്റി ബോക്സ്, കൈരളി സ്പൈസസ് സെന്റർ എന്നിവരായിരുന്നു സമീക്ഷ UK സംഘടിപ്പിച്ച ഈ നറുക്കെടുപ്പിന്റെ പ്രായോജകർ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK number 020-8548-4897. Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey.